നമ്മൾ വളരെ ആദ്യമായി പഠിക്കുന്നത് അദബിനെ കുറിച്ചാണ്. നാം ആദ്യമായി പഠിക്കുന്ന കിതാബിന്റെ പേര് തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്നാണ്. അറിവിനേക്കാൾ പ്രധാനമാണ് അദബ്. അദബുള്ളവരായി തീരണം നമുക്ക്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്ന നാമം വരുന്നത് മഹാനായ ഈ പ്രപഞ്ചത്തിന്റെ ഗുരു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൻ മാതാവ് പള്ളി ദർസിലേക്ക് കിതാബ് ഓതാൻ പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ്. പണ്ഡിതന്മാരുടെ വേഷം ധരിപ്പിച്ച് മാതാവ് ബഹുമാനപ്പെട്ട ഇമാമിന് നിർദ്ദേശം കൊടുത്തു, തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. അക്കാലത്തെ അറിവിന്റെ സാഗരമായിരുന്ന റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മദീനത്തെ പള്ളിയിലേക്ക് കിതാബ് ഓതാൻ പോകുമ്പോഴാണ് ഈ നിർദ്ദേശം കിട്ടിയത്. അറിവിന് മുമ്പ് അദബ് പഠിക്കണമെന്ന്. അദബ് പഠിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദബ് വളരെ വലുതാണ്. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. ആത്മസംസ്കരണമാകെ ഇരിക്കുന്നത് മര്യാദയിലാണ്, അദബിലാണ്. മഹാന്മാരായ നമ്മുടെ ഗുരുനാഥന്മാർ വളരെ വലിയ അദബിന്റെ, അച്ചടക്കത്തിന്റെ, ഒതുക്കത്തിന്റെ ആളുകളായിരുന്നു. മഹാനായ ശൈഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർകൾ നമ്മുടെ ആദരണീയനായ സംസ്ഥയുടെ സെക്രട്ടറി ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ വല്യപ്പായുടെ അടുത്ത് കിതാബ് ഓതുന്ന കാലത്ത് ക്ലാസിൽ അറിവ് സമ്പാദിക്കാനുള്ള തീക്ഷണമായ ആഗ്രഹത്തിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഉസ്താദ് പറഞ്ഞു, അഹമ്മദെ, നീ ഒന്നും മിണ്ടാതെയിരിക്കൂ, സംസാരം ചുരുക്കൂ. ഉസ്താദ് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞത് അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സംശയിക്കുകയും 24 മണിക്കൂറെങ്കിലും മിണ്ടാതിരിക്കൂ എന്ന് ഉസ്താദ് പറഞ്ഞതിന് അർത്ഥം വരണമെന്ന് നിശ്ചയിക്കുകയും പിന്നെ ആ സമയം തൊട്ട് 24 മണിക്കൂർ ബഹുമാനപ്പെട്ടവർ മിണ്ടാതിരിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരുടെയൊക്കെ രീതി. അവരുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരോ ഒക്കെയാണെന്നാണ്. നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് അദബാണ്, തഖ്വയാണ്, അള്ളാഹുവിലുള്ള ഭയഭക്തിയാണ്. നിങ്ങൾ വാഫിയാകുമ്പോ ദീനും കിട്ടും ദുനിയാവും കിട്ടും എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. പക്ഷേ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദുനിയാവ് ശ്രദ്ധിക്കരുത്. ദുനിയാവിൽ നിങ്ങൾക്കൊന്നും കിട്ടേണ്ടതില്ല. ദുനിയാവ് നമുക്കുള്ളതല്ല, ആഖിറമാണ് നമുക്കുള്ളത്. ആഖിറത്തിലാണ് നമ്മുടെ കണ്ണ്. അതുകൊണ്ട് ഒരുപാട് അറിവ് കിട്ടണം, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടണം, യോഗ്യതകൾ നേടണം, വലിയ ശമ്പളങ്ങൾ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ വലിയ പണ്ഡിതന്മാരും വാഗ്മികളും ഗ്രന്ഥകാരന്മാരും എഴുത്തുകാരും ഒക്കെ ആയിത്തീരുന്നതിന് മുമ്പ് ആയിത്തീരേണ്ടത് വാഫികളാണ്, വഫാഉള്ളവരാണ്, പ്രതിബദ്ധതയുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ ഇമാമിയങ്ങൾ അദബിന്റെ കാര്യം വളരെ ശ്രദ്ധാപൂർവം കൊണ്ടു നടന്നിരുന്നവരാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഗുരുവായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആളൊഴിഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് കാല് നീട്ടാറുണ്ടായിരുന്നില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അപ്പോൾ താമസിക്കുന്ന വീടിനും പണ്ട് ഗുരു ഹമ്മാദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന വീടിനുമിടയിൽ 7 സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു, 7 തെരുവുകൾ ഉണ്ടായിരുന്നു.
7 തെരുവുകൾക്കപ്പുറത്തുള്ള ഉസ്താദിന്റെ ആളൊഴിഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലു നീട്ടാറുണ്ടായിരുന്നില്ല. ഗുരുനാഥന്മാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, വളരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇത് ഇസ്ലാമിന്റെ അദബാണ്, ഇസ്ലാമിന്റെ ചിട്ടയാണ്, രീതിയാണ്. മഹാനായ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ശകലം ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു ഉസ്താദ് അവർകൾ പല വേദികളിലും പറയാറുള്ളതാണ് ഈ സംഭവം. മഹാനായ സുബ്കി റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് മഹാനായ നബവി റളിയല്ലാഹു അൻഹു ക്ലാസ് നടത്തിയിരുന്ന ദാറുൽ ഹദീസ് എന്ന കോളേജിലേക്ക് പുറപ്പെട്ടു. യാത്ര വഴിയിൽ യാത്രാ സംഘങ്ങൾ പലതുമുണ്ട്. തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ഒരു സംഘം, വാഹനമില്ലാത്ത ഒരു സംഘം, വൃദ്ധരായ 2 ആളുകൾ അവരുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങൾ, ദീനീ സംഗതികൾ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. കുതിരയുടെ അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സുബ്കി റളിയല്ലാഹു അൻഹു അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. അവരിൽ ഒരാള് അപരനോട് മറ്റേയാളോട് പറയുന്നത്, ഒരു ദീനീ ചർച്ചയിൽ താങ്കൾ പറയുന്നതല്ല ശരി, നബവി റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തിരുത്തുകയാണ്. ഇത് കേട്ട സമയത്ത് മഹാനായ സുബ്കി റളിയല്ലാഹു അൻഹു തന്റെ കുതിരയുടെ പുറത്തു നിന്നിറങ്ങി ഈ 2 വൃദ്ധന്മാരെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുതിരയുടെ പുറത്തു കയറണം, ഇത് വാഹനമായി ഉപയോഗിക്കണം. നിങ്ങളുടെ കുതിരയിൽ ഞങ്ങൾ എങ്ങനെ കയറും? യാതൊരു പറ്റില്ല, അവിടെ നിന്ന് നിങ്ങൾ ഈ കുതിര ഉപയോഗിച്ചേ പറ്റൂ. കാരണമായി പറയുന്നത്, മഹാനായ നബവി റളിയല്ലാഹു അൻഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിൽ കണ്ട ആളുകൾ കാൽനടയായി നടക്കുക, ഞങ്ങൾ വാഹനപ്പുറത്ത് പറ്റൂല. നബവി റളിയല്ലാഹു അൻഹു സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനായിരുന്നില്ല. പക്ഷേ അറിവിന്റെ ഒഴുക്കിൽ ഇതെല്ലാം ഒരു പുഴ തന്നെയായിരുന്നു. മഹാനായ നബവി റളിയല്ലാഹു അൻഹുവിനെ കണ്ണുകൊണ്ട് കണ്ടയാളുകൾ കാൽനടയായി പോകുമ്പോ ഞങ്ങൾ കാറിൽ വാഹനത്തിൽ കയറുന്നത് അതവിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുബ്കി റളിയല്ലാഹു അൻഹു ആ 2 വൃദ്ധന്മാരെ നിർബന്ധിച്ച് അവരുടെ വാഹനം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു. ഇതായിരുന്നു അവരൊക്കെ പുലർത്തിപ്പോന്നിരുന്ന അദബ്. ദാറുൽ ഹദീസിൽ അങ്ങനെ മഹാനായ സുബ്കി റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ, മഹാനായ നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയിരുന്ന ആ കോളേജിലെത്തിയപ്പോ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, മഹാനായ ശംസുൽ ഉലമ ഒരുപാട് പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭക്തി നിറഞ്ഞ ആ ഈണത്തിൽ ചെല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. وفي دار الحديث لطيف معنى أصلي في جوانبها وآوي لعلي أن أنال بحر وجهي مكانا مسه قدم النواوي. ദാറുൽ ഹദീസിൽ ചെന്ന് അദ്ദേഹം ആ കോളേജിന്റെ തറയിൽ പലയിടത്തും നമസ്കരിച്ചു. ആ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും മാറി മാറി നമസ്കരിച്ചു. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ലഅല്ലി അൻ അനാല ബിഹുർരി വജ്ഹി മക്കാനൻ മസ്സഹു ഖദമുൻ നബവി. നബവി റളിയല്ലാഹു അൻഹു കൂടി ജീവിച്ച സ്ഥലമാണിത്. അദ്ദേഹത്തിന്റെ പാദ സ്പർശമേറ്റിടത്ത് എവിടെയെങ്കിലും എന്റെ കവിൾത്തടം, എന്റെ നെറ്റിത്തടം എത്തുകയാണെങ്കിൽ അതെത്ര വലിയ സൗഭാഗ്യമായിരിക്കും. ഉസ്താദന്മാരെ ബഹുമാനിക്കുക, ഉസ്താദുമാരുടെ ഉസ്താദുമാരെ ബഹുമാനിക്കുക, ഉസ്താദുമാരുടെ സ്നേഹിതന്മാരെ ബഹുമാനിക്കുക, ഉസ്താദുമാർ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളുടെ സ്നേഹിതന്മാരെ ബഹുമാനിക്കുക, അവരുടെ സമപ്രായക്കാരെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ് ദീനിന്റെ അദബ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നപ്പോ ഒരു അയറാബിയെ അന്വേഷിച്ചു പോയി. ഹദീസിൽ കാണാൻ സംഭവം. അയറാബി അത്ഭുതപ്പെട്ടു പോയി. ഇത്ര വലിയ ആള് ഒന്നുമല്ലാതെ നിസ്സാരനായ എന്നെ അന്വേഷിക്കുകയാണ്.
അന്വേഷിച്ചെന്നു അദ്ദേഹത്തിന് ധരിച്ച പുടവയും വസ്ത്രവും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്രവൃത്തിക്ക് ന്യായമായി അറാബിക്ക് വിശദീകരിച്ചു കൊടുത്തത്, ഇന്നഹു കാന ബൈനി വബൈന അബീക ഉദ്ദുൻ, എന്റെ വാപ്പയും നിങ്ങളുടെ വാപ്പയും സ്നേഹിതന്മാരായിരുന്നു. വാപ്പാന്റെ സ്നേഹിതന്മാര്, വാപ്പാന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, വാപ്പാന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവരെയൊക്കെ സ്നേഹിക്കുക. ഇതാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള അതബ്. നമ്മുടെ ഉസ്താദന്മാരെ ബഹുമാനിക്കണം, ഉസ്താദുമാരുടെ ഉസ്താദുമാരെ ബഹുമാനിക്കണം, അവർ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരെ ബഹുമാനിക്കണം, സമുദായത്തിന്റെ നേതാക്കളെ ബഹുമാനിക്കണം, ഇൽമിന്റെയും ഷറഫിന്റെയും മശീഖയുടെയും ആളുകളെ ബഹുമാനിക്കണം. അവിടെ വലിപ്പച്ചെറുപ്പമില്ല. വലിയവർ കണ്ടാൽ ബഹുമാനം ക്ഷണിച്ചു വരുത്തുന്നവർ മാത്രമല്ല ബഹുമാനിക്കപ്പെടേണ്ടത്. ബഹുമാനം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒന്നാണ്. ആ ബഹുമാനം ആർജിക്കാൻ ക്ഷണിച്ചു വരുത്താൻ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ നിങ്ങളിൽ പലരും ഒരു സെമസ്റ്റർ കൂടി കഴിഞ്ഞാൽ ഉസ്താദുമാരാകാനുള്ളവരാണ്. നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അന്യായമായി കയ്യിൽ വെച്ച ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ ശേഷം വന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനെ സമീപിച്ച് പറയുകയുണ്ടായി, താങ്കളുടെ പൂർവികർ ഞങ്ങൾക്ക് പതിച്ചു തന്ന ഭൂമി മുൻ ഭരണാധിപൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നു, അദ്ദേഹം മരിച്ചുപോയി, ഞങ്ങൾക്കത് വീണ്ടും തിരിച്ചു തരണം. സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുകൂടി പറയൂ. വീണ്ടും അവർ പരാതി പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അവകാശം തിരിച്ചു വാങ്ങിയിരിക്കുന്നു, തിരിച്ചു തരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു, നിങ്ങൾ പരാതി പറയാൻ വന്നിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നാണ്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പരാതി പറയുമ്പോഴും നമ്മളെപ്പറ്റി ഒരുപാട് കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും അറിയാതെ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകണം ശത്രു പോലും. ഉയർന്ന സ്വഭാവത്തിന്റെ ഉടമകളാകണം നമ്മൾ, വലിയ അതട്ടുള്ളവരാകണം നമ്മൾ, എല്ലാവരെയും ബഹുമാനിക്കണം നമ്മൾ. അതാണ് നമ്മുടെ രീതി. ത്വരീഖത്തുകളും രീതികളും അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങളും കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സമയങ്ങളിലും ആ ചർച്ച സജീവമായിട്ടുണ്ട്. അങ്ങനെ സജീവമായ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഉസ്താദുമാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി നമ്മുടെ പ്രിയപ്പെട്ട സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ക്ലാസ് നടത്തി. ആ ക്ലാസിൽ എന്റെ ബഹുമാന്യനായ ഗുരു MT അബ്ദുൽ മുസ്ലിയാർ ഉസ്താദ് അവർകൾ ഒന്ന് പറയുകയുണ്ടായി. ഞാനത് എന്റെ ഉസ്താദ് പറഞ്ഞത് നിങ്ങളിലേക്ക് കൈമാറുകയാണ്. നമുക്ക് നമ്മുടെ തരീഖത്ത് മഖ്ദൂമിയ തരീഖത്താണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ കേരളത്തിൽ സ്ഥാപിച്ച് നടപ്പാക്കിയിട്ടുള്ള ഒരു തെർബിയത്തിന്റെ രീതിയുണ്ട്. ആ തെർബിയത്തിന്റെ രീതി ഇൽമും തെർബിയത്തും ചേർന്നുള്ളതാണ്. ഇൽമിന് യൂണിവേഴ്സിറ്റികളെ സമീപിക്കുന്നത് പോലെ നമ്മൾ കുറച്ച് ആളുകളെ സമീപിക്കേണ്ടി വരിക. ഇൽമ് പഠിക്കണം, ഒരുപാട് അറിവ് സമ്പാദിക്കണം. അതിന് ഏറ്റവും നല്ല വഴി വാഫി കോളേജാണ്. വാഫി കോളേജുകളിൽ 2 വിദ്യയും പഠിച്ച കുറെ ആളുകളും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള കുറെ പ്രായമായ ഉസ്താദുമാരും ഒക്കെ ഉണ്ട്. അറിവ് അവിടെ ചെന്ന് നേടുക. എന്നാൽ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ട തെർബിയത്ത് അതിന് വേറെ എവിടെയെങ്കിലും പോവുക, അത് പറ്റൂല. തെർബിയത്തും തഅലീമും ചേർന്നിട്ടുള്ള മഖ്ദൂമിയ തരീഖത്താണ് നമ്മുടെ തരീഖത്ത്. കേരളത്തിന്റെ രീതിയും അതാണ്. ഇന്നിപ്പോ കേരളത്തിൽ പല പുത്തൻ രീതികളും വന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എന്റെ മക്കൾ കണ്ണു തുറക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇത് ഞങ്ങൾക്ക് കേൾവിയില്ലാത്ത രീതിയാണ്. വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ഒരുപാട് വലിയ പണ്ഡിതന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അവരെ ഒരു നോക്ക് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും. അവരൊക്കെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവരിൽ പലരും ഞങ്ങളുടെ ഗുരുനാഥന്മാരാണ്. അവരുടെ ഗുരുനാഥന്മാർ അവരുടെ ശിഷ്യന്മാരായ ഞങ്ങളിലൂടെ അവരുടെ ഗുരുത്വവും പൊരുത്തവും നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ.
ആ ഉസ്താദന്മാരാരും ഇവിടെ ഇന്ന് ഘോഷിക്കപ്പെടുന്ന